ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് സ്കിൻ റീടച്ച് ചെയ്യാം എന്ന് നോക്കാം. എല്ലാവരും സാധാരണ ക്ലോൺ സ്റ്റാമ്പ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുക. ഇത് സാധാരണ നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ഫാഷനും അങ്ങനത്തെ ഷൂട്ടുകളിൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫ്രീക്വൻസി സെപ്പറേഷൻ എന്നൊരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഇമേജ് ഉണ്ട്. ഓൾറെഡി ഒരു മോഡലിൻ്റെ ഇമേജാണ്. നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഇമേജാണ്. 16 ബിറ്റ് ആണ് ഈ ഇമേജിൻ്റെ ബിറ്റ് സൈസ് എന്ന് പറയുകയാണെങ്കിൽ. അത്യാവശ്യം നല്ല റെസൊല്യൂഷനുള്ള ഒരു ഇമേജാണ്. നിങ്ങൾക്കിത് കാണാൻ ഇതിൽ നല്ല ബ്ലെമിഷസ് ഒക്കെ ഉണ്ട്. ഒരുപാട് കുത്തും ഒരുപാട് പണിയുള്ള ഒരു സംഭവമാണ്. സ്കിന്നിൽ ഒരുപാട് വർക്ക് ചെയ്യേണ്ടതാണ്. ഇങ്ങനത്തെ സ്പെഷ്യലായിട്ട് മോഡൽസിൻ്റെയും ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരുടെ സ്കിന്നൊക്കെ എപ്പോഴും നല്ല രീതിയിൽ നല്ല ക്ലീൻ ആയിരിക്കും. അപ്പോൾ ഫ്രീക്വൻസി സെപ്പറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രീക്വൻസി ഈ പേര് കൊണ്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല. ഫ്രീക്വൻസി സെപ്പറേഷനെ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ സ്കിന്നിലത്തെ ടെക്സ്ചറും കളറും ലൈറ്റും സെപ്പറേറ്റ് ചെയ്യാം. ഇപ്പം ഈ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കാണുന്നില്ലേ, ഈ ബാക്ക്ഗ്രൗണ്ടിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ആദ്യം വേണ്ടത് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. കൺട്രോൾ J അമർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ആദ്യത്തെ ലെയറിന് കളർ ആൻഡ് ലൈറ്റ് എന്ന് പേര് കൊടുക്കുക. അപ്പോൾ ഈ ലെയറിൽ കളറും ലൈറ്റും മാത്രമാണ് ഉണ്ടാവുക. ഇതിന് ടെക്സ്ചർ എന്ന് പേര് കൊടുക്കുക. അപ്പം ഇതിൽ നമുക്ക് ടെക്സ്ചർ മാത്രമാക്കണം. ഓക്കെ, ആദ്യം കളർ ആൻഡ് ലൈറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫിൽട്ടറിൽ പോവുക, ബ്ലർ, ഗോഷൻ ബ്ലർ. നമുക്ക് വേണ്ടത് ഇപ്പോൾ ഒരു 4.8 ആണ് ഉള്ളത്. നമുക്ക് വേണമെങ്കിൽ 6 or 7 കൊടുക്കാം. ഓവറായിട്ട് ബ്ലർ ചെയ്യാതിരിക്കുക. നമുക്കൊരു നോർമലായിട്ടൊരു ചെറിയൊരു 6 or 7 കൊടുത്താൽ മതി. ഇത് ബേസിക്കലി നമ്മുടെ ഒരു കുറച്ച് ബ്ലെമിഷസ് ഒക്കെ ഒന്ന് ബ്ലർ ചെയ്ത് സ്കിൻ ഒന്ന് സോഫ്റ്റ് ആക്കണമെന്ന് ഇവിടെ ഉള്ളൂ. ഇതിൽ നിന്ന് ഇപ്പോൾ ടെക്സ്ചർ എല്ലാം പോയി, ആ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇല്ല. അതുകൊണ്ടാണ് അതിൽ കളർ ആൻഡ് ലൈറ്റ് എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ ടെക്സ്ചറിൽ പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ഇല്ലാതാക്കണം? കളറും ഇല്ലാതാക്കണം, ലൈറ്റും ഇല്ലാതാക്കണം. ആ ലെയറിൽ ടെക്സ്ചർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നതാണ് നമ്മുടെ ഇമേജ്. ഇതിനെയാണ് ഫ്രീക്വൻസി സെപ്പറേഷൻ എന്ന് പറയുന്നത്. അടുത്ത ഇമേജിൽ പോവുക, അപ്ലൈ ഇമേജ്. ഇത് ടെക്സ്ചർ എന്ന് പറയുന്ന ലെയർ സെലക്ട് ചെയ്തിട്ട് വേണം ഇത് നമുക്ക് ചെയ്യാൻ. അതിൽ ബ്ലെൻഡ് മോഡിൽ പോവാം. ബ്ലെൻഡ് ഉണ്ട്, ലെയർ ഉണ്ട്. ആ ലെയറിൽ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓക്കെ, നമുക്ക് ഈ ടെക്സ്ചറിൽ നിന്ന് എന്താണ് മൈനസ് ചെയ്യേണ്ടത്? നമുക്ക് ഇതിൽ നിന്ന് കളർ ആൻഡ് ലൈറ്റ് ആണ് മൈനസ് ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ അത് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇൻവേർട്ട് എന്ന ബട്ടൺ അടിക്കുക. അപ്പോൾ എന്തുണ്ടായി? ഓൾറെഡി ആഡ് ആക്കി വെച്ചിട്ടുണ്ട് ബ്ലെൻഡിങ് മോഡ്. ബാക്കിയെല്ലാം അതുപോലെ തന്നെ. ഇപ്പം എന്തുണ്ടായി? ആ ലെയറിൽ നിന്ന്, ആ ടെക്സ്ചർ എന്ന് പറയുന്ന ലെയറിൽ നിന്ന് നമ്മുടെ കളറും ലൈറ്റും എല്ലാം പോയിട്ട് ടെക്സ്ചർ മാത്രമായി മാറി. ഇതാണ് സംഭവിച്ചത്. ഇതിപ്പോൾ 16 ബിറ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് അല്ലേ? ഇത് നമുക്ക് വേറൊരു 8 ബിറ്റോ അങ്ങനത്തെ ഒരു ബിറ്റ് സൈസിലുള്ള ഇമേജ് ആണെങ്കിൽ ഇത് ചെയ്യേണ്ട രീതി വേറെയാണ്. നമുക്കൊന്ന് അപ്ലൈ ഇമേജിൽ വീണ്ടും പോവാം. 8 ബിറ്റ് ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ചെന്നിട്ട് ആസ് യൂഷ്വൽ നമ്മൾ മൈനസ് ചെയ്യേണ്ടത് എന്താണ്? കളർ ആൻഡ് ലൈറ്റ് ആണ് മൈനസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ആഡിന് പകരം നമ്മൾ കൊടുക്കേണ്ട സബ്ട്രാക്റ്റ് ആണ്. ഓക്കെ, അതിനുശേഷം ഇൻവേർട്ട് ബട്ടൺ ഡീസെലക്ട് ചെയ്യുക. അപ്പോൾ ഈ സംഭവം ഇതായി കഴിഞ്ഞാൽ നമുക്ക് അതേ എഫക്റ്റിൽ തന്നെ സംഭവം കിട്ടും. പക്ഷെ ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. നമ്മുടെ ഇപ്പോൾ 16 ബിറ്റ് ആയതുകൊണ്ട് അതുപോലെ തന്നെ വെക്കുകയാണ്. നമുക്ക് തിരിച്ച് 16 ബിറ്റിൻ്റെ ഇതിലേക്ക് വരാം. ആഡ്, ഓക്കെ, ഇൻവേർട്ട്, ഓക്കെ അടിക്കാം. ഓക്കെ ഉണ്ടോ? ഇപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ടെക്സ്ചർ എന്ന് പറയുന്ന ലെയറിൽ ഇപ്പോൾ ടെക്സ്ചർ മാത്രമായി, കളർ ആൻഡ് ലൈറ്റ് എന്ന് പറയുന്ന ലെയറിൽ കളറും ലൈറ്റും ആയി. കാരണം നമ്മളത് ബ്ലർ ചെയ്തു, അടുത്ത ടെക്സ്ചർ പോയി. ഇത് രണ്ടും കൂടി ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം ഇപ്പോൾ മനസ്സിലാവും. അതായത് അത് ഗ്രൂപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് ഹൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാരണം ടെക്സ്ചറും അതിൻ്റെ മുകളിലേക്ക് എടുക്കുന്നത് കൊണ്ട് അടിയിലത്തെ കളറും കൂടി മിക്സ് ആവുമ്പോൾ സെയിം എഫക്റ്റ് ആണ് വരുന്നത്. നമുക്ക് ആ ടെക്സ്ചറിനെ ഒന്ന് ലീനിയർ ലൈറ്റ്, അതിൻ്റെ ബ്ലെൻഡ് മോഡ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്യുക. ഇതൊന്ന് ഹൈഡ് ചെയ്ത് നോക്കൂ. കണ്ടോ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജിനെ എടുത്തിട്ട് എന്ത് ചെയ്തു?
അതിലത്തെ കളർ സെപ്പറേറ്റ് ചെയ്തു, ടെക്സ്ചർ സെപ്പറേറ്റ് ചെയ്തു. സംഭവം ഈസിയാണ്. അപ്പൊ ഇത് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കളർ ആൻഡ് ലൈറ്റിൽ പോയിട്ട് ഇനി എന്ത് ചെയ്താലും ആ ടെക്സ്ചർ നഷ്ടപ്പെട്ടില്ല. നിങ്ങൾ ബ്രഷ് ചെയ്ത് കൊടുത്താലും കറക്റ്റ് സ്കിന്നിന്റെ അതേ ടോണിൽ നമുക്ക് സംഭവം കിട്ടും. കണ്ടോ? അപ്പൊ ആ ടെക്സ്ചറിനെ നമുക്ക് എഡിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ലൈറ്റ് ആൻഡ് കളർ എഡിറ്റ് ചെയ്യാം, എല്ലാം എഡിറ്റ് ചെയ്യാം. അല്ലാതെ നമ്മൾ ക്ലോൺ സ്റ്റാമ്പ് വെച്ചിട്ട് ചുമ്മാ ഇത് ക്ലോൺ ചെയ്ത് കളയാൻ നിന്ന് കഴിഞ്ഞാൽ അതൊരു പ്രൊഫഷണൽ വേ ഓഫ് ഡൂയിങ് അല്ല. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിത് ചെയ്യേണ്ടത്. ഇനിയാണ് ഇതിന്റെ ഫൺ പാർട്ട്. നമുക്ക് ഇനിയിപ്പോൾ ഈ സ്കിന്നിലെ ഈ ഒരു ഇതൊക്കെ എടുത്ത് കളയണ്ട. അതിന് നമുക്ക് ചെയ്യുന്ന എന്താ, ലാസോ ടൂൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് മുകളിൽ ഫെദർ സെലക്ട് ചെയ്യുക, ഒരു 50. അത് ഷാർപ്പായിട്ടുള്ള ബ്ലർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫെദർ ചെയ്യുന്നത്. ഓക്കെ. അതിനുശേഷം കളർ ആൻഡ് ലൈറ്റ് സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, ലെയർ മാറരുത് കേട്ടോ. നമുക്ക് ആ ഏരിയ ഒന്ന് സെലക്ട് ചെയ്യാം. കളർ ആൻഡ് ലൈറ്റ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതൊന്ന് കളർ കൂടിയട്ടെ, അല്ലെങ്കിൽ തെറ്റില്ല. അല്ലെങ്കിൽ തെറ്റിയിട്ട് നമ്മൾ ടെക്സ്ചറിലൊക്കെ പോയിട്ട് ബ്ലർ ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. അത് ചെയ്യരുത്. കളർ ആൻഡ് ലൈറ്റ് ആണ് നമ്മുടെ സ്കിന്നിന്റെ ആ ടോണും ലൈറ്റും ഒക്കെ ഉള്ളത്. അവിടെയാണ് നമുക്ക് വൃത്തികേടുകളുള്ളത് ക്ലിയർ ചെയ്യേണ്ടത്. ഓക്കെ. അവിടെ ചെല്ലുക, ലാസോ ടൂള് സെലക്ട് ചെയ്തു, ബ്ലർ, ഗോഷൻ ബ്ലർ കൊടുക്കുക. ഇപ്പൊ നോക്കിക്കോളൂ മാജിക് സംഭവിക്കുന്നത്. കണ്ടോ? അവിടുത്തെ ആ പാടുകളും അഴുക്കുകളും എല്ലാം മാറി നല്ല നല്ല കേർവ്ഡ് ആ സ്പേസിൽ ആ ഒരു ഫ്ലോര് വന്നു. ആ സ്കിൻ ടോൺ, സ്കിന്നിന്റെ ആ ഒരു ബ്ലെമിഷസ് ഒക്കെ മാറി ഒന്ന് നീറ്റായി. ഇതേപോലെ നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് ലാസോ ടൂൾ വെച്ചിട്ട് സെലക്ട് ചെയ്യുക, അതിനെ കുറച്ച് ഫെദർ കൊടുക്കുക, അതിനുശേഷം പോയിട്ട് ബ്ലർ ചെയ്യുക. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിന്റെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. നമ്മളത് ഓവറായിട്ട് ചെയ്യാതിരിക്കുക. അപ്പോഴാണ് നമ്മൾ കാണുന്നത് ഒരുപാട് പ്ലാസ്റ്റിക് പോലത്തെ ഫേസ് ഒക്കെ റീടച്ച് ചെയ്ത് വെക്കുന്നത്. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഇതിപ്പോ ഞാൻ നിങ്ങൾക്കൊരു ട്യൂട്ടോറിയൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഓവറായിട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഇത് ചെയ്യണമെങ്കിൽ കുറച്ച് നല്ല ഷെയ്ഡിങ് ഒക്കെ നോക്കിയിട്ടൊക്കെ വേണം ചെയ്യാൻ. ഇത് കുറച്ച് ബ്ലർ അവിടെ കൊടുക്കാം. ഇത് പല രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഇത് ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് ബ്രഷും പെയിന്റിങ്ങും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സ്കിൻ ഫീച്ചേഴ്സ് ഒക്കെ നന്നായിട്ട് അറിയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതല്ലാതെ നമുക്ക് ആ ലെയറിൽ തന്നെ ബ്രഷ് ചെയ്തിട്ടും ചെയ്യാം. അത് കാണിച്ചു തരാം ഞാനത്. ആദ്യം നമുക്കിത് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അവിടെ കണ്ണിന്റെ സൈഡിൽ ബ്ലർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഓവറായിട്ട് കൊടുക്കരുത്. ഒരു ലെവലില് നമുക്കത് പ്രിവ്യൂ കാണുമല്ലോ. അവിടെ ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാറുന്നുണ്ടോ. അപ്പൊ നമുക്ക് അതിന് ആവശ്യത്തിനനുസരിച്ച് ഓവറായിട്ട് ചെയ്യരുത്. നമ്മൾ റീടച്ച് ചെയ്യുമ്പോൾ പലപ്പോഴും പല ഇമേജുകളും ഓവർ റീടച്ച്ഡ് ആയി മാറും. പിന്നെ അത് പോയി കഴിഞ്ഞ് പിന്നെ അതിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ വളരെ ഒരു വൃത്തികേടായിട്ട് ഫീൽ ചെയ്യും. ഈ ഫ്രീക്വൻസി സെപ്പറേഷൻ കൊണ്ടുള്ള ഉപകാരം ഇതാണ്. നമ്മൾ ഈ ലെയറിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും മുകളിൽ ആ ടെക്സ്ചർ അതുപോലെ ഇരിക്കുന്നത് കൊണ്ട് എന്തുണ്ടാവും, കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സ്കിന്നിന്റെ ആ ഒരു ഇത് കിട്ടും. ആ ടെക്സ്ചറും എല്ലാം അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് കിട്ടും. ഓക്കെ. ഇത് നിങ്ങൾക്ക് ആദ്യത്തെ ഒരു തവണ കാണുമ്പോൾ കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്നും കൂടെ ക്ലിയർ ആവും. എനിക്കറിയാം ആദ്യം അത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, ആ അപ്ലൈ ഇമേജിൽ പോയിട്ട് കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. പക്ഷെ അത് ഒരു തവണ നിങ്ങൾ ഇതൊന്ന് ആദ്യം ഇതൊന്ന് നോർമലായിട്ട് കാണുക. അതിനുശേഷം നിങ്ങളൊരു ഇമേജ് എടുത്തിട്ട് അതിനെ വെച്ചുകൊണ്ട് ഇതൊന്നും കൂടെ ഈ അപ്ലൈ ഇമേജിന്റെ അവിടെയൊക്കെ പോയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒന്നും കൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വട്ടം ചെയ്താൽ മതി, കംപ്ലീറ്റ് ക്ലിയർ ആവും. ഓക്കെ. സൈഡിൽ കൊടുക്കാം. അവിടെ കുറച്ച് ബ്ലർ ആയിട്ടുള്ള ഏരിയ ആണ്, എന്നാലും കുറച്ചൊന്ന് ഫെദർ ചെയ്ത് കൊടുക്കാം. ഒരു ഫ്രീക്വൻസി സെപ്പറേഷൻ മാത്രം നമ്മൾ ചെയ്തുകൊണ്ട് ഒരു ഇമേജ് റീടച്ചിങ് ആവില്ല. ഒരു ഇമേജ് റീടച്ച് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഫേസിൽ ഒരു റൗണ്ട്നെസ് വരണം. അതായത് ലൈറ്റ് ആൻഡ് ഷാഡോസിന്റെ ഒരു മിക്സ് ആണ് നമ്മുടെ ഫേസ് അല്ലേ. ഇപ്പൊ കണ്ടോ, നമ്മളിവിടെ ബ്ലർ ചെയ്തപ്പോൾ ക്ലീൻ ആയി ആ ഒരു ഏരിയ. ടെക്സ്ചർ ഉള്ളതുകൊണ്ട് അത് ഇതാവുന്നില്ല, അറിയാത്തത് കൊണ്ടാണ്. അതിൽ ആ ടെക്സ്ചറും കൂടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ അതും കൂടെ ചെയ്യണം ശരിക്കും. ഈ ഏരിയയും കൂടെ കുറച്ച് കൊടുക്കാം. ഇനി പൗഡർ, ഈ നേരത്തെ പറഞ്ഞ ബ്രഷിങ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ ഞാൻ ഇത്ര നേരം സെലക്ട് ചെയ്തിട്ട് ബ്ലർ ചെയ്യായിരുന്നു അല്ലെ. നമുക്ക് കുറച്ച് പെയിന്റിംഗ് ഒക്കെ അറിയുന്നതാണ്. ഞാനൊരു ബ്രഷ് സെലക്ട് ചെയ്തു, ഓപ്പാസിറ്റി അതിനൊരു 20% കൊടുത്തു. ഓക്കെ. ഇപ്പൊ ഈ ഒരു ലെയറിൽ പോയിട്ട് എനിക്കിപ്പോ അവിടുത്തെ ആ സ്കിൻ ടോണൊക്കെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അതിനനുസരിച്ചിട്ട് കുറച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കാം.
ബ്രഷ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അത് നമ്മൾ ലൈറ്റും ഇതൊക്കെ കറക്റ്റ് സ്റ്റഡി അറിയുന്നവർക്കാണ് അത് ഒന്നും കൂടെ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റുക. മനസ്സിലായി? അത് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇത് കണ്ടപ്പോൾ ഞാൻ ഇവിടുന്ന് ബ്രഷ് ചെയ്യുമ്പോൾ ആ ടെക്സ്ചർ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ സംഭവം എന്താ, ഫേസ് നമ്മൾ ഒരിക്കലും ഫ്ലാറ്റ് ആവാതെ നോക്കണം. അതിനു വേണ്ടിയിട്ടാണ് അത് സൂക്ഷിക്കണം. നമ്മൾ ചെയ്യുമ്പോൾ ബ്രഷ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, ലൈറ്റ്, ഡാർക്ക്നെസ്, മിഡ് ടോണ് അതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളെപ്പോഴും ബ്രഷ് ചെയ്യാനായിട്ട്. അഥവാ നിങ്ങൾക്ക് ബ്രഷിങ്ങിൽ കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്ത അതേ ഓപ്ഷൻ തന്നെ യൂസ് ചെയ്യാം. ലേസർ ടൂൾ വെച്ചിട്ട് നമുക്ക് ഇതാവും. ഇപ്പം ചെറിയതായിട്ട് ഹൈലൈറ്റ്സ് ഒക്കെ കൊടുക്കാനും അതിനൊക്കെ ഈ ബ്രഷ് ടൂൾ വളരെ നല്ലതാണ്. ഞാൻ അത് സെലക്ട് ചെയ്തിപ്പോൾ ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് ഇപ്പോൾ നോസിൻ്റെ അവിടെ ചെറിയൊരു ഹൈലൈറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ വളരെ നാച്ചുറലായിട്ട് നമുക്കത് കിട്ടും. ഇങ്ങനെയാണ് പ്രൊഫഷണൽ സ്റ്റുഡിയോസിലും ഇവരൊക്കെ റീടച്ച് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ചെറുതായിട്ട് കൊടുക്കും. ഞാൻ ഓവറായിട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങളെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പൊ ബ്രഷ് ടൂൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ലൈറ്റായിട്ട് ലിപ്സിന്റെ ഒരു ലിപ്പിന് കുറച്ച് ചെറിയൊരു ഗ്ലോവും കൂടെ കൊടുക്കാം ആ ബ്രഷ് വെച്ചിട്ട് തന്നെ. ചെറിയ ഗ്ലോ മാത്രമല്ല, ലിപ്പിന് ശരിക്കും കുറച്ച് ഡാർക്ക്നെസ് ഒക്കെ വെച്ചിട്ട് ആ ഒരു റൗണ്ട്നെസ്. ഞാൻ എപ്പോഴും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു റീടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ലൈറ്റിന്റെ ഫ്ലോ, അതായത് ഒരു സൈഡിൽ നിന്നുള്ള ലൈറ്റ് ആണെങ്കിൽ ആ കീ ലൈറ്റും പിന്നെ അതിന്റെ ഷാഡോന്റെ ഡയറക്ഷൻ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ആ ഒരു ഫേസിന് എപ്പോഴും ഒരു റൗണ്ട്നെസ് ഫീൽ ചെയ്യണം. ഫ്ലാറ്റ് ആവരുത് ഒരിക്കലും. കഴുത്തിന്റെ അവിടെ വേണമെങ്കിൽ കുറച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അവിടെ കുറച്ച് അഴുക്ക് പോലെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ അവിടെ കണ്ടോ ഞാൻ ടെക്സ്ചറിൽ അറിയാതെ പോയിട്ട് ബ്രഷ് ചെയ്തത്. അത് വളരെ അധികം ശ്രദ്ധിക്കണം. നമ്മൾ ഏത് ലെയറിലാണ് ബ്രഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്ലർ ചെയ്യുന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. അതിന് ലെയർ കളർ കോഡ് ചെയ്താലും മതി, ഞാൻ ചെയ്ത പോലെ. ഓക്കെ, ഇതിപ്പോൾ എത്ര നേരം എടുത്തു? ഒരു കൂടി പോയ 10 മിനിറ്റ് പോലും എടുക്കില്ല ഇങ്ങനത്തെ ഒരു നമ്മളൊരു ഇമേജ് ഇതുപോലെ പെട്ടെന്ന് റീടച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇത് റീടച്ചിങ്, സ്കിൻ റീടച്ചിങ്ങിന്റെ ഒരു ബേസിക് ഫസ്റ്റ് ഓപ്ഷൻ ഇതാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടും പിന്നെ നമ്മളുടെ ആവശ്യാനുസരണം നമ്മൾ ഐ റീടച്ച് ചെയ്യും, ഐബ്രോസ് റീടച്ച് ചെയ്യും. ഇത് സ്കിന്നെ എങ്ങനെ പെട്ടെന്ന് ചെയ്യാന്നുള്ള എൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. ഓക്കെ, അപ്പൊ ബ്രഷിന്റെ ടൂള് നിങ്ങൾക്ക് കണ്ടല്ലോ. അത് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അതല്ലേ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ലാസോ ടൂൾ വെച്ചിട്ട് തന്നെ ചെയ്യാം. ഇനി കണ്ണിന്റെ കുറച്ച് ഇവിടെ ഒന്ന് ബ്ലർ ചെയ്യാം. പണ്ടൊക്കെ ഒരുപാട് റീടച്ച് ചെയ്തിരുന്നു ഞാൻ. എൻ്റെ കരിയർ തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ റീടച്ചറായിട്ട് ഞാൻ കുറേ കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഗ്രാഫിക് ഡിസൈനർ, സീനിയർ ഡിസൈനർ കം റീടച്ചിങ് ആർട്ടിസ്റ്റായിട്ട് ഒരു അഡ്വർടൈസിങ് ഏജൻസിയിലുണ്ടായിരുന്നു. അന്ന് ഒരുപാട് റീടച്ചിങ്ങിൻ്റെ ഒരുപാട് മോഡലുകളുടെ ഡെയിലി ഉണ്ടാവും. നമുക്ക് ഡെയിലി ഷൂട്ടുകൾ ഉണ്ടാവും ഓരോരോ വലിയ വലിയ ബ്രാൻഡുകളുടെ, പല സെലിബ്രിറ്റീസിൻ്റെയും അവരുടെയൊക്കെ ഉണ്ടാവും. അവരുടെയൊക്കെ ഇമേജ് റീടച്ച് ചെയ്യണമെങ്കിൽ അവരുടെ ഓഫീസിൽ പോയിട്ട് അവരുടെ അപ്രൂവൽ എടുക്കണം റിലീസ് ആവണമെങ്കിൽ. പ്രത്യേകിച്ച് ഷാറുഖ് ഖാൻ്റെയൊക്കെ ഇമേജ് റീടച്ച് ചെയ്യണമെങ്കിൽ അവരുടെ ഓഫീസിൽ നിന്ന് അപ്രൂവൽ എടുക്കണം. ഞാൻ ഷാറുഖ് ഖാൻ്റെ ഒരൊറ്റ ഇമേജ് റീടച്ച് ചെയ്തൊരു ബ്രാൻഡിന്, അതൊരു ഫേസ് ക്രീമിൻ്റെ ബ്രാൻഡായിരുന്നു. ഓക്കെ, ഇനി ഓവറാക്കണ്ട. ഇനി സംഭവം ഇപ്പം ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇങ്ങനെയായിരുന്നു സ്കിൻ ഇരുന്നിരുന്നത്, നമ്മളത് ഫ്രീക്വൻസി സെപ്പറേഷനിലൂടെ ഇങ്ങനെയാക്കി. ഇനി ഇതിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങളുടെ ഐബ്രോസും ഹെയറും കാര്യങ്ങളൊക്കെ റീടച്ച് ചെയ്ത് നീക്കാവുന്നതാണ്. അപ്പം ഇതിങ്ങനെയാണ് നമുക്ക് സ്കിന്നിലെ ഏത് പ്രശ്നങ്ങളുള്ള സ്കിന്നാണെങ്കിലും അത് നല്ല രീതിയിൽ പ്രൊഫഷണൽ ആയുള്ള രീതിയിൽ ഇങ്ങനെയാണ് റീടച്ച് ചെയ്തെടുക്കേണ്ടത്. അല്ലാതെ ക്ലോൺ സ്റ്റാമ്പ് വെച്ചിട്ട് ഓരോന്നോരോന്ന് ചെയ്തെടുക്കുന്നത് പ്രാവർത്തികമല്ല. ഇനി നമുക്ക് ടെക്സ്ചർ ലെയറിൽ പോയി കഴിഞ്ഞാൽ ഈ ടെക്സ്ചറിലും നമുക്ക് ക്ലോൺ ചെയ്യണം. കാരണം ഇവിടെ ബ്ലർ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് എന്തുകൊണ്ടാണ്, നമുക്ക് ടെക്സ്ചർ കളയാൻ പറ്റില്ല. അപ്പോൾ ക്ലോൺ സ്റ്റാമ്പ് നമുക്ക് സെലക്ട് ചെയ്യാം. കറണ്ട് ലെയർ മാത്രം സെലക്ട് ചെയ്യാം. അതായത് ആ ലെയറിലത്തെ മാത്രമേ ക്ലോൺ എടുക്കാൻ പാടുള്ളൂ. അതായത് ഓൾ ലെയർ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നിന്നും
സെലക്ട് ആവും. അപ്പോൾ ചെറിയ ഈ ഡോട്ടുകൾ കാണുന്നതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ക്ലോൺ ചെയ്തിട്ട് ഒറ്റ ക്ലിക്ക് അത് മതി, ബ്രഷ് ചെയ്യരുത്, അത് ശ്രദ്ധിക്കണം. ഓരോ ക്ലിക്കിൽ നമുക്ക് ഇതിങ്ങനെ നീക്കാം. നമുക്ക് ടെക്സ്ചർ മാത്രം ആ ലെയർ സെലക്ട് ചെയ്യുക, അങ്ങനെയും എടുത്ത് മാറ്റാം. അതായത് കണ്ണൊന്ന് ചെറുതായിട്ട് സ്ക്വിൻറ്റ് ചെയ്യുക, മനസ്സിലായില്ലേ? ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ കണ്ണ് ഇറുക്കി പിടിക്കൂലേ, അതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ കണ്ണ് ഈ ഒരു ഇമേജിനകത്ത് എവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ട് അത് എടുത്ത് കാണിക്കും. അപ്പോൾ നമ്മൾ ആ ഏരിയയിൽ പോയിട്ട് റീടച്ച് ചെയ്യുക. അങ്ങനെ സ്ക്വിൻറ്റ് ചെയ്ത് ചെറുതായിട്ട് നമ്മൾ ഓരോന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, നല്ല ഫേസ് നല്ല റൗണ്ടായിട്ട് കിട്ടും. ഒരു പ്രശ്നമില്ലാതെ എത്ര കുഴിയുള്ള ഫേസ് ആണെങ്കിലും നല്ല എന്താ പറയുക, പൊട്ടിയിട്ട പോലെ ക്ലിയർ ആയിട്ടിരിക്കും. റീടച്ചിങ്ങിന് വരുന്ന മോഡൽസിൻ്റെ ഒക്കെ റീടച്ച് ചെയ്യാത്ത ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. കണ്ടോ, നല്ല വ്യത്യാസമായില്ലേ? നമ്മൾ ക്ലോൺ സ്റ്റാമ്പ് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത്ര വൃത്തിയായിട്ട് കിട്ടില്ല. ഇത് നല്ല ക്ലിയർ ആയിട്ട് ക്ലീൻ ആയിട്ട് നല്ല റൗണ്ടായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എനിക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയാം, കമൻറ്റിൽ പറയാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു തംസ് അപ്പ് തരിക, നിങ്ങൾ ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് ഷെയർ ചെയ്യുക. ഓക്കെ, മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.